ഡോക്ടർ പിന്നെ ഈ നമ്മൾ പൊതുവേ കേട്ട് വരുന്നൊരു മിത്താണോ സത്യമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കുട്ടികൾ പുറത്ത് പോകുമ്പോൾ മഴ നനയാ ജലദോഷം വരും, ഐസ്ക്രീം കൊടുത്താൽ ജലദോഷം വരും, അല്ലെങ്കിൽ തുമ്മൽ വരും, കഫക്കെട്ട് വരും. ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? സയന്റിഫിക്കലി പറയുമ്പോൾ ഇതൊന്നും ഈ ആ, മഴ നനഞ്ഞാലോ ഐസ്ക്രീം ആ, കഴിച്ചാലോ അല്ലെങ്കിൽ പിന്നെ തണുത്ത് കഴിച്ചാലോ ഒന്നും, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചാലോ ഒന്നും ഇൻഫെക്ഷൻ വരില്ല. വൈറസോ ബാക്ടീരിയയോ ഒക്കെ ശരീരത്തിൽ കയറുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്. എന്നാലോ നമ്മൾ നല്ല തണുത്ത ഭക്ഷണം അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിലൊരു ഇറിറ്റേഷൻ വരാം. അത് ചിലപ്പോൾ കുറച്ചൊരു മ്യൂക്കസ് പ്രൊഡക്ഷനൊക്കെ കൂട്ടാം. ചെറിയ ട്രാൻസിൻ്റെ ഒരു ചുമയൊക്കെ വരാം. അതുപോലെ മഴ നനയുന്ന കുട്ടികൾ, ഞാനൊക്കെ കുട്ടികളോട്, മക്കൾക്ക് മഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേടിയാണ്. ആ. എന്തോ പുറത്ത് എന്തോ തീയിലൊക്കെ പോകുന്ന വരെയാണ് മഴ നനയാന്ന് മഴ പറയുന്നത്. നമ്മൾ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. മഴ നനയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറായിട്ട് കുറച്ച് ആ, ഇടപഴകാനും കുറച്ച് ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യാനൊക്കെ മഴ നനയുന്നത് നല്ലതാണ്. പക്ഷേ പ്രൊലോങ് ആയിട്ട് മഴ നനയാതെ നോക്കുക. കാരണം ശരീരം ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ മ്യൂക്കോസൽ ബാരിയറൊക്കെ ഒന്ന് ബാക്കോട്ട് നോക്കും. അപ്പോൾ ചെറിയ ചെറിയ വൈറൽ ഇൻഫെക്ഷനൊക്കെ കിട്ടാമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾക്ക് ഈ കുട്ടികൾക്ക് ഈ മഴ നനഞ്ഞതുകൊണ്ടല്ല ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഈ മഴ വരുന്നത് റെയിനി സീസണിലാണല്ലോ. അതെ. ആ സമയത്ത് ആ ഒരുപാട് സമയത്ത് വൈറസ് ഉണ്ടാകും. അന്തരീക്ഷവും വൈറസ് അന്തരീക്ഷവും ഉണ്ട്. നല്ല ആ, ഹ്യൂമിഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന വൈറസുകളാണ് ഇൻഫെക്ഷന് കാരണമാവുന്നത്. മഴ നനഞ്ഞുകൊണ്ടല്ല. ഉം. എഗെയിൻ ഐസ്ക്രീം ഐസ്ക്രീം. കൊടുത്തുകൊണ്ടല്ല. ഏതെങ്കിലും ഫംഗ്ഷനായിരിക്കും ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷനിലെ ഒരു ഫംഗ്ഷനിൽ ഏതെങ്കിലും ആളുകളായിട്ടൊക്കെ ആളുകൾ കോണ്ടാക്റ്റിൽ വൈറസ് കിട്ടുന്നതാണ്. പിന്നെ AC ഇട്ട് വെക്കുമെന്ന് പറയും. നമ്മൾ AC ഭയങ്കര വാരിയേഷൻ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ വളരെ തണുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എയർവേ ഒക്കെ ഡ്രൈ ആയി പോവാം, മ്യൂക്കസ് ഒക്കെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാം. ചെറിയ ഈ ആസ്മ ഉള്ള കുട്ടികൾക്ക്, അലർജി ഉള്ള കുട്ടികൾക്കൊക്കെ ചുമ കൂടാം. അപ്പോൾ ഇതൊക്കെ ഞാനീ പറയുന്ന ഈ തണുപ്പും കാര്യങ്ങളും മഴയൊക്കെ ആസ്മ അലർജി ഉള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു എക്സാസർബേഷൻ ഉണ്ടാക്കാം. നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് കുറച്ചൊക്കെ ആവശ്യമാണെന്നുള്ളതാണ്. അതെ. ഡോക്ടർ, ഈ കുട്ടികളുടെ ഉറക്കവും പ്രതിരോധ ശേഷി തമ്മിൽ ബന്ധമുണ്ടോ? വൈകി ഉറങ്ങുന്ന കുട്ടികളുണ്ടാകും, പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത കുട്ടികളുണ്ടാകും. അതും അവരുടെ രോഗപ്രതിരോധ ശേഷിയും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ എഗെയിൻ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം, അതെ. അല്ലെങ്കിൽ നമ്മൾ പാരൻസ് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന കാരണവും ആ, കുട്ടികൾ ആ, ഉറക്കം ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ കുട്ടികൾ ഉറക്കമായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് ഇമ്മ്യൂണിറ്റിക്ക്. അതായത് ഇമ്മ്യൂൺ ഫങ്ഷൻ, അതായത് ലൈസോസൈംസ്, ഒരുപാട് ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് സിന്തസൈസ് ചെയ്യുന്ന ഉറക്കത്തിലാണ്. അവരെ റിക്കവറി പ്രൊമോട്ട് ചെയ്യുന്ന ഉറക്കത്തിലാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 9 to 12 hours അല്ലെങ്കിൽ മോർ ദാൻ 8 hours അഡിക്വേറ്റ് അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് കിട്ടണം എന്നുള്ളതാണ്. ഈ സ്ലീപ്പ് കിട്ടിയാൽ അവർ റിക്കവറിക്കും ഇമ്മ്യൂണിറ്റിക്കൊക്കെ സഹായകമാവും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നമ്മളെ വീട്ടിൽ, ഞാൻ പറയും, വീട്ടിൽ ലൈറ്റ് ഓഫ് ആക്കുക, എല്ലാവരും കിടക്കുക. ഈ നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ട് അതിന് ശേഷം എണീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. പല സമയത്ത് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ സെക്രീഷനും ഹോർമോണൽ സെക്രീഷനും ഒന്നും കറക്റ്റ് ആവില്ല. ഒരേ സമയത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറങ്ങും. പിന്നെ നമ്മൾ ഈവനിങ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ ഒന്ന് ടയേർഡ് ആകുമ്പോൾ കൃത്യമായിട്ട് ഉറങ്ങും. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ അധികം ഉറക്കാതിരിക്കുക. സ്കൂളിൽ നിന്ന് വന്ന് വേഗം ഉറക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുട്ടികൾ രാത്രി ഉറങ്ങുന്നത് ലേറ്റ് ആവും. അപ്പോൾ കുട്ടികൾ അഡിക്വേറ്റ് സ്ലീപ്പ്, ഇമ്മ്യൂണിറ്റി വളരെ പ്രധാനമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇപ്പം അടിക്കടി അസുഖം വരുമല്ലോ. നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്, പ്ലേ ക്ലാസ്സിലൊക്കെ പോയി വരുമ്പോൾ അടിക്കടി അസുഖം വരും. അപ്പോൾ അതൊരു നോർമലാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്നൊക്കെ നമ്മൾ ഏത് ഘട്ടത്തിലാണ് പറയുക? അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? എഗെയിൻ മൈൽഡർ ഇൻഫെക്ഷൻസ് ആണ്. കുട്ടി നല്ല ഗ്രോയിങ് ചൈൽഡാണ്, വെൽ നറിഷ്ഡ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഫെയിലിയർ ടു ത്രൈവ്, അതായത് വളർച്ചക്കുറവൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കുട്ടിക്ക് പിന്നെ ഒരു 8 മുതൽ 10 കൂടുതൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും വരുന്നില്ല. സിവിയർ ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ല. അതായത് മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് അഡ്മിഷൻസ്, IV കാനുലേഷൻസും റിക്വയർമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 6 to 8 ടൈംസ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന്, ചെറിയ ചെറിയ മൈൽഡർ ഇൻഫെക്ഷൻസ് ഒക്കെ നോർമലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലോ ഇങ്ങനെ സിവിയർ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് അബ്നോർമലായി കാണണം. അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ചില സമയത്ത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആയിരിക്കാം, നമുക്ക് ജനറ്റിക്കലി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം. ചില സമയത്ത് നമ്മൾ ന്യൂട്രീഷൻ, ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡിൻ്റെ അതിപ്രസരം കാരണം ആവശ്യത്തിന് വൈറ്റമിൻസോ ആവശ്യത്തിന് പ്രോട്ടീൻസോ ആവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസോ കിട്ടുന്നുണ്ടാവില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗട്ട് മൈക്രോബയോം ഫുൾ ആൾട്ടേർഡ് ആയിരിക്കും. ഇങ്ങനത്തെ പ്രോബ്ലം കൊണ്ടൊക്കെ ഈ അടിക്കടി ഇൻഫെക്ഷൻ കിട്ടാം. അപ്പോൾ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു പട്ടാളക്കാരനെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മളൊരു ജനിച്ചത് മുതൽ ഒരു 2, 3, 4 വയസ്സ് വരെ നമ്മൾ ഈ എല്ലാ രീതിയിലും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള സമയം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്.